بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് 40-ാമത്തെ വീഡിയോ ആണ്. അൽ കഹ്ഫ് സൂറത്തിൽ 5 ആയത്തുകൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുത്തു. ഇന്ന് 6-ാമത്തെ ആയത്ത് മുതൽക്കാണ് എടുക്കുന്നത്. ഇതിൽ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം എല്ലാം ഉണ്ട്. അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം കഴിഞ്ഞാൽ ദുൽഖർനൈനിയുടെ ചരിത്രമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. ആ വരുന്ന സമയത്ത് അതിനെ സംബന്ധിച്ച് വിശദമായി പറയാം. പക്ഷെ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് ഒരു സംക്ഷിപ്ത രൂപം ഞാൻ അതാത് ആയത്തുകൾ വരുന്നതിൻ്റെ മുമ്പ് പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ 6-ാമത്തെ ആയത്ത് ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫ ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല വഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുർസാ. 3 ആയത്തുകളാണ് ഇപ്പോൾ ഞാൻ ഓതിയത്. ഇതിൻ്റെ അർത്ഥവും ആശയവും പറയാം. ഫലഅല്ലക, നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫലഅല്ലക, നീ ആയേക്കാം, നിങ്ങൾ ആയേക്കാം, ബാഖിഉൻ, നിങ്ങൾ നശിപ്പിക്കുന്ന ആളായേക്കാം, നഫ്സക, നിങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ, അലാ ആസാരിഹിം, അവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട്, അലാ ആസാരിഹിം, അവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട്. പ്രവൃത്തി എന്താ? ഖുർആൻ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പിന്തിരിഞ്ഞു പോവുക, അവഗണിക്കുക, അതാണ് അവരുടെ പ്രവർത്തനം. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ദുഃഖിക്കുന്നു. ദുഃഖം കൂടി വരുമ്പോൾ മാനസികമായിട്ട് നിങ്ങൾക്ക് പ്രശ്നമാകും. അങ്ങനെ നിങ്ങൾക്കത് നബിയോട് പറയാം, നിങ്ങളെ നശിപ്പിക്കുന്നതായേക്കാം. ഇല്ലം യൂമിനു, അവർ വിശ്വസിച്ചില്ലെങ്കിൽ, ബിഹാദൽ ഹദീസി, ഈ സന്ദേശം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദുഃഖം സഹിക്കവയ്യാതെ അത് നിങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കാം. നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ ശരീരത്തെ അത് കൊന്നുകളയാം, നശിപ്പിക്കാം എന്നൊക്കെ ആണ് അതിൻ്റെ അർത്ഥം. അസഫൻ, ദുഃഖത്താൽ. അപ്പോൾ അവർ നിങ്ങളുടെ ദൗത്യമനുസരിച്ച് നിങ്ങൾ അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർ പിന്തിരിഞ്ഞു പോവുക, അവഗണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോവുക. അവർ വിശ്വസിക്കുന്നില്ല, ഖുർആനിൽ അവർ വിശ്വസിക്കുന്നില്ല. അത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുഃഖം കൂടി വരും. അതിൻ്റെ ആവശ്യമില്ല എന്ന് റസൂലിനെ സമാധാനിപ്പിക്കുക അല്ലാഹു തആല. 6-ാമത്തെ ആയത്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി 7-ാമത്തെ ആയത്ത്, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഇന്നാ, തീർച്ചയായും, നമ്മൾ ജഅൽനാ, നമ്മളാക്കി, മാ അലൽ അർളി, ഭൂമിയിലുള്ള എല്ലാതിനെയും, ഭൂമിയിലുള്ള സർവ്വസാധനങ്ങളെയും നാം ഉണ്ടാക്കി, സീനത്തൻ ലഹാ, ഭൂമിക്ക് അലങ്കാരമായിട്ട്, സീനത്തൻ, അലങ്കാരമായിട്ട്, ലഹ, ഭൂമിക്ക് തന്നെ അലങ്കാരമായിട്ടാണ് ഭൂമിയിലുള്ള സർവ്വവസ്തുക്കളും ഉണ്ടാക്കിയത്. ലിനബ്ലുവഹും, എന്തിനു വേണ്ടി? ലിനബ്ലുവഹും, അവരെ നാം പരീക്ഷിക്കാൻ വേണ്ടി, അയ്യുഹും, അവരിൽ ആരാണ്, അഹ്സനു, ഏറ്റവും മെച്ചപ്പെട്ടത്, അമല, പ്രവർത്തനത്തെ.
നന്നായി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഭൂമുഖത്തുള്ള സർവ്വതിനെയും നാം സൃഷ്ടിച്ചു അലങ്കാരമാക്കി തീർത്തത്. പിന്നെ 8-ാമത്തെ ആയത്തിൽ തീർച്ചയായും നമ്മൾ ജാഇലൂന ആക്കുന്നവരാണ് മാ അലൈഹ ഭൂമിയിലുള്ള സർവസാധനങ്ങളെയും നശിപ്പിച്ചതിനു ശേഷം ഭൂമിയെ നാം ആക്കുന്നവരാണ്. സഈദൻ മണ്ണാക്കും, ജുറുസ തരിശായ മണ്ണ് ഭൂമിയാക്കും. സഈദ് എന്ന് പറഞ്ഞാൽ മണ്ണ് എന്നർത്ഥം. ജുറുസ് എന്ന് പറഞ്ഞാലോ ലാ നബാത്ത വല ഷജറ വല നബാത്ത എന്നാണ്. വൃക്ഷങ്ങളുമില്ല, പിന്നെ സസ്യാദികളില്ല, ഒന്നും മുളച്ചുണ്ടാവാത്ത, അതുകൊണ്ടൊരു ഫലമില്ലാത്ത മരുഭൂമി കണക്കെ. എന്നാൽ മരുഭൂമി അല്ലേനും ഒരു ഫലമില്ലാത്ത ഭൂപ്രദേശമായി മാറ്റും ഇതിനെല്ലാം നശിപ്പിച്ചിട്ട്. അതെന്നാ ഖിയാമത്ത്. അപ്പോൾ ഇപ്പോൾ ഭൂമുഖത്ത് ധാരാളം സാധനങ്ങളുണ്ട്. മരമുണ്ട്, വൃക്ഷങ്ങളാൽ നിബിഡമാണ് ഭൂമി, പിന്നെ സസ്യാദികളാൽ നിബിഡമാണ്. അതെല്ലാം നമ്മൾ നശിപ്പിച്ച് ഒരു തരിശ് ഭൂമിയാക്കി മാറ്റും. സഈദ് എന്ന് പറഞ്ഞാൽ മണ്ണ്, ജുറുസ് എന്ന് പറഞ്ഞാൽ ലാ നബാത്ത വല ഷജറ വല നബാത്ത. ലാ ഷജറ വല നബാത്ത, വൃക്ഷങ്ങളുമില്ല സസ്യാദികളും ഒന്നും ഇല്ലാത്ത ഭൂമിയാക്കി മാറ്റും. അങ്ങനത്തെ സഈദ് എന്ന് പറഞ്ഞാൽ മണ്ണ് എന്നർത്ഥമാണ്. അസ്സഈദു അൽ അർദുല്ലത്തി ലൈസ ഫിഹാ ഷജറും വലാ നബാത്ത്. സഈദൻ ജുറുസൻ എന്ന് പറഞ്ഞാൽ ലാ യംബുത്തു വലാ യന്തഫിഉ ബിഹി, ഒന്നും മുളച്ചുണ്ടാവാത്ത, അതിൽ വൃക്ഷമില്ല, സസ്യാദികളില്ല, ഒന്നും മുളച്ചുണ്ടാവില്ല. അങ്ങനെയുള്ള ഭൂമിയാണ് സഈദുൻ ജർസും എന്ന് പറഞ്ഞാൽ. സഈദൻ ജർസ എന്ന് പറഞ്ഞാൽ, സഈദ് എന്നൊരു പദം ഖുർആനിലുണ്ട്. തയമ്മമു സഈദൻ തയ്യിബ എന്ന് പറഞ്ഞിട്ട് ഒരായത്തുണ്ട്. ഒരു സുദീർഘമായ ഒരു ആയത്താണ്. ആ ആയത്തിൻ്റെ ഒരു കഷ്ണം ഇപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞാണ്. തയമ്മമു സഈദൻ തയ്യിബൻ. സഈദ് പറഞ്ഞാൽ മണ്ണ് എന്നാണ്. തയ്യിബൻ എന്ന് പറഞ്ഞാൽ നല്ല മണ്ണ്. നല്ല മണ്ണെടുത്തിട്ട് തയമ്മമോ, നിങ്ങൾ തയമ്മം ചെയ്തോളേന്നാണ്. ഒന്നെടുക്കാൻ പറ്റാതെ വരും, വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ തയമ്മം ചെയ്യുക. എന്നിട്ട് അതിനുശേഷം പറയുന്നത് വംസഹു ബി റൂസിക്കും വംസഹു ബി വുജൂഹിക്കും വൈദിക്കും, നിങ്ങളുടെ കയ്യും മുഖവും തടയിക്കോളെ ആ മണ്ണ് ഉപയോഗിച്ചു. അപ്പോൾ തയമ്മമു സഈദൻ തയ്യിബൻ, നല്ല മണ്ണെടുത്തിട്ട് തയമ്മം ചെയ്യുക, വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോഴേ. അത് ആ 43-ാമത്തെ നിസാ സൂറത്തിൽ 43-ാമത്തെ ആയത്തിൽ പറയുന്ന ഒരു വാചകമാണ്. അപ്പോൾ ഇന്നാലെ ജാഇലൂന, തീർച്ചയായും നമ്മൾ ആ ഭൂമിയെ ആക്കും, മാ അലൈഹ ഭൂമുഖത്തുള്ള വസ്തുക്കളെ നാം ആക്കും, അതിനെ നശിപ്പിച്ചതിന് ശേഷം ഭൂമിയെ നാം ആക്കും സഈദൻ ജുർസ, തരിശു ഭൂമിയാക്കും. എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട, ഒന്നും മുളച്ചുണ്ടാവാത്ത, മരങ്ങളോ സസ്യാദികളോ മുളച്ചുണ്ടാവാത്ത, വളരാത്ത, മരങ്ങളൊന്നും വളരാത്ത, സസ്യാദികൾ മുളച്ചുണ്ടാവാത്ത. ഇപ്പോൾ സസ്യാദികളൊക്കെ ഇഷ്ടം പോലെ മുളക്കും, ഒരു മഴ കൊണ്ട് പെയ്താലും ഇഷ്ടം പോലെ മുളച്ചുണ്ടാവുമല്ലേ. അപ്പോൾ സസ്യാദികളാലും വൃക്ഷങ്ങളാലും നിബിഡമായ ഈ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നശിപ്പിച്ച് തരിശു ഭൂമിയാക്കുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ട്. അത് ഖിയാമത്ത് നാളാണ്. അപ്പോൾ പിന്നെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് അം ഹസിബത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബാ. ഈ ആയത്ത് മുതൽക്കാണ് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പല ആയത്തുകളിലുമായിട്ട് ഇത് വിവരിക്കും.
അം ഹസിബത്ത നീ വിചാരിച്ചോ അന്ന അസ്ഹാബൽ കഹ്ഫി റസൂലിനോട് പറയാ നിങ്ങൾ വിചാരിച്ചോ, നിങ്ങൾ മനസ്സിലാക്കിയോ അല്ലെങ്കിൽ ഊഹിച്ചോ അന്ന അസ്ഹാബൽ കഹ്ഫി ഗുഹാവാസികൾ റഖീമിൻ്റെയും ആളുകൾ, ഗുഹയുടെ ആളുകൾ, ഗുഹാവാസികൾ എന്നൊക്കെ പറഞ്ഞ ഒരർത്ഥം തന്നെ. ഗുഹയുടെ ആളുകൾ, ഗുഹയിൽ താമസിച്ചിരുന്ന ആളുകൾ, റഖീമിൻ്റെയും ആളുകൾ. ഗുഹ എന്ന് പറഞ്ഞാൽ ഈ റഖീമിലുള്ള ഗുഹ. റഖീം എന്ന് പറഞ്ഞാൽ ഒരു മലയുടെ പേരാണെന്നുണ്ട്. ഐല എന്ന് പറയുന്ന പർവ്വതത്തിൽ ആണ് റഖീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്നും പറയപ്പെടുന്നുണ്ട് മുഫസ്സിറുകൾ. പിന്നെ റഖീം എന്ന് പറയുന്നത് ഒരു മലയുടെ താഴ്വരയാണ് എന്നുണ്ട്. ആ താഴ്വരയിലുള്ള ഗുഹയാണ്. ഏതായാലും റഖീമിലുള്ള ഗുഹയാണ്. റഖീമി എന്ന് പറഞ്ഞാൽ താഴ്വര എന്ന് പറയും, അല്ലെങ്കിൽ ഒരു മല എന്നുള്ള അർത്ഥമുണ്ട്. ഇങ്ങനെ 2-3 അർത്ഥങ്ങളുണ്ട്. ഒരു നാടിൻ്റെ പേരാണെന്നുമുണ്ട്. അപ്പം ഏതായിരുന്നാലും ആ റഖീമിനകത്താണ് ഗുഹ. അപ്പോൾ റഖീമിൻ്റെയും കഹ്ഫിൻ്റെയും ഗുഹയുടെയും ആളുകൾ കാനു അവരായിരുന്നു മിന്നായാത്തിന നമ്മളുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അജബൻ ഒരു ആശ്ചര്യകരമായിരുന്നു എന്ന് നീ വിചാരിച്ചോ? ആശ്ചര്യകരമായൊരു സംഭവമാണ് ഇത് എന്നുള്ളത് നീ ചിന്തിച്ചോ എന്നാണ് റസൂലിനോട് അള്ളാഹു ചോദിക്കുന്നത്. ഇത് അവൽ ഫിത്തിയത്തു 10ാമത്തെ ആയത്ത്. ഇത് അവൽ ഫിത്തിയത്തു, ഇത് അവ അൽ ഫിത്തിയത്തു. അവ എന്ന് പറഞ്ഞാൽ അവലംബിക്കുക, അഭയം പ്രാപിക്കുക എന്നാണ്. അവ അഭയം പ്രാപിക്കുക. ഇത് അഭയം പ്രാപിച്ച സമയത്ത് അല്ലെങ്കിൽ അഭയം പ്രാപിച്ചപ്പോൾ അൽ ഫിത്തിയത്തു യുവാക്കൾ. ആ യുവാക്കൾ ഫത്ത എന്നതിൻ്റെ ബഹുവചനമാണ് ഫിത്തിയത്ത് എന്നുള്ളത്. ഫത്ത ഫിത്തിയത്ത്. ആ യുവാക്കൾ അഭയം പ്രാപിച്ച സമയത്ത് എവിടെ? ഇലൽ കഹ്ഫി ഗുഹയിൽ പ്രവേശിച്ചു. അഭയം പ്രാപിക്കുക. അതായത് ഈ ആയത്ത് മുഴുവൻ പറഞ്ഞിട്ട് ഇതിനെ പറ്റിയുള്ള ആ പശ്ചാത്തലം പറയാം. ഫഖാലു എന്നിട്ട് അവർ പറഞ്ഞു, അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുക എന്തായിരുന്നാലും ശരിയാണ് അർത്ഥം. ഫഖാലു അവര് പറഞ്ഞു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥന? റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ആത്തിന ഞങ്ങൾക്ക് തരയണമേ, മില്ലതുങ്ക നിന്റെ പക്കൽ നിന്ന്, റഹ്മത്തൻ അനുഗ്രഹം ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരയണമേ റബ്ബേ, വഹയ്യ് ലന ഞങ്ങൾക്ക് തയ്യാർ ചെയ്ത് തരയണമേ, മിൻ അംരിന ഞങ്ങളുടെ കാര്യത്തിൽ, റഷദൻ ഒരു നേർമാർഗം അല്ലെങ്കിൽ ഒരു തൻ്റെ ഇടം ഞങ്ങൾക്ക് തയ്യാർ ചെയ്ത് തരയണമേ എന്നുള്ളത് പ്രാർത്ഥനയാണ് അവർ നടത്തിയത് ഗുഹയിൽ പ്രവേശിച്ചപ്പോഴേ. അപ്പം ഗുഹയിൽ പ്രവേശിച്ചു. എന്നിട്ട് അവർ അവിടെ വെച്ച് പ്രാർത്ഥിക്കുക, റബ്ബന ആതിന ഫിദ്ദുനിയ റബ്ബന ആതിന മിൻ ലദുങ്ക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. നമ്മൾ ഇന്നും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതാണ്. നമസ്കാര ശേഷം മറ്റുള്ള സമയത്തൊക്കെ പ്രാർത്ഥിക്കുന്നതാണ്. അതേപോലെയുള്ള പ്രാർത്ഥന അന്ന് ആ കാലഘട്ടത്തിൽ അവർ നടത്തി. അപ്പോൾ ഇവർ ഈ ഗുഹയിൽ എത്താനുണ്ടായ കാരണം എന്താണ്? ഇതെല്ലാം പറയാം. അതായത് റോമ സാമ്രാജ്യത്തിൽ ഒരു തർത്തൂസ് എന്നൊരു പട്ടണത്തിൽ ഒരു ദുഷ്ടനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിൻ്റെ കഥ പറയുന്ന പോലെ റോമാ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഇത് ഈസനബിയുടെ കാലഘട്ടത്തിന് ശേഷമാണ്. അപ്പം എന്തായാലും അവിടെ ഈസനബിയെ കൊണ്ട് വിശ്വസിച്ച സമൂഹം ഉണ്ടാവും അവിടെ.
കാരണം ഈസ നബി വന്നു പോയതിന് ശേഷമാണിത്. അപ്പോൾ അവിടെ ആ സമയത്തും ധാരാളം പിന്നെ വിഗ്രഹാരാധകരുണ്ടായിരുന്നു, വിഗ്രഹാരാധന നടന്നിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത്. ദുഷ്ടനായ രാജാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ വിഗ്രഹാരാധന സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ത്യാഗങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. മോമിനികളെ കണ്ടാൽ വല്ലാതെ കൊന്നുകളയാണ് ചെയ്യുന്നത് വിശ്വസിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു അത്. രാജാവിൻ്റെ പേര് ദക്കിയാനൂസ് എന്നായിരുന്നു. അപ്പോൾ റോമാ സാമ്രാജ്യത്തിലെ തെർത്തൂസ് പട്ടണത്തിൽ രാജ്യം ഭരിച്ചിരുന്നത് രാജാവ് ദക്കിയാനൂസ് എന്ന് പറയുന്ന രാജാവാണ്. അദ്ദേഹം സത്യവിശ്വാസികളോട് വെറുപ്പായിരുന്നു. സത്യവിശ്വാസികളെ കണ്ടാൽ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവരെ പീഡിപ്പിക്കൽ പതിവായിരുന്നു, കൊന്നുകളെ. ഇത് യുവാക്കൾക്ക് അറിയാം. അങ്ങനെ യുവാക്കൾ ഈ രാജാവിൻ്റെ ശ്രദ്ധയിൽ പെടുമോ എന്ന് പേടിച്ചിട്ടാണ് നാട്ടിൽ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് യുവാക്കളെ. രാജാവ് വിവരം അറിഞ്ഞിട്ടുണ്ട്, അവരെ അറസ്റ്റ് ചെയ്ത് രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കണം എന്നുള്ള കൽപ്പന കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കുക. മുന്നിൽ ഹാജരാക്കിയപ്പോൾ അവരോട് രാജാവ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അതുകൊണ്ട് നിങ്ങൾ വിഗ്രഹാരാധനയിൽ നിങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ, ഞങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടും, നിങ്ങളെ വധിച്ചു കളയും. അതുകൊണ്ട് എന്നുള്ള ഭീഷണി രാജാവ് കൊടുത്തു. അപ്പോൾ ധൈര്യപൂർവമായൊരു മറുപടി പറയാം. അവർ മറുപടി പറഞ്ഞത് എന്താണെന്നറിയാം. ഇതിൽ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വറബത്നാല ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ്സമാവാതി വൽ അർളി ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശത്തതാ. 14-ാമത്തെ ആയത്താണ്. ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ എടുക്കും, ഇപ്പം അത് എടുക്കുന്നില്ല. അവരെന്താ, റബ്ബത്നാല ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് നാം ശക്തി നൽകി. ഇത് കാമു, അവർ രാജാവിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു രാജാവിനോട്, റബ്ബുനാ, ഞങ്ങളുടെ രക്ഷിതാവ്, റബ്ബുസ്സമാവാതി വൽ അർളി, ആകാശഭൂമിയുടെ രക്ഷിതാവായ അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ്. ലൻ നദ്ഉ, തീർച്ചയായും ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല, മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ, ഇലാഹൻ, മറ്റൊരു ഇലാഹിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കില്ല എന്ന് ധൈര്യപൂർവം, ഹൃദയത്തിന് വലിയ ഉറപ്പാണ്, വലിയ ശക്തി അള്ളാഹു നൽകിയിട്ടുണ്ട്. അവർ ആ ഇതിൽ അവരോട് പറഞ്ഞു പോയി രാജാവിനോട്. ഇതൻ ശത്തത്ത ലഖദ് ഖുൽനാ ഇതൻ ശത്തത്ത, ഞങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾ വലിയ ഒരു തെറ്റാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും പറയില്ല. ലൻ നദ്ഉ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കില്ല. ലൻ നഫ്അല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യില്ല എന്നർത്ഥം. ലന്നിട്ട് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യില്ല, ഒരിക്കലും പ്രാർത്ഥിക്കില്ല. അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു ഇലാഹിനും ഞങ്ങൾ പ്രാർത്ഥിക്കില്ല എന്നവർ വളരെ ഉറച്ച സ്വരത്തിൽ അവർ രാജാവിൻ്റെ മുന്നിൽ വെച്ചിട്ട് പറയാം. അത് പറയാൻ വലിയ ധൈര്യം വേണ്ടേ, അല്ലാതെ ഒരു രാജാവിൻ്റെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ ശബ്ദിക്കാൻ കഴിയുമോ? അപ്പോൾ ഇവർ അത്രയും ഈമാനാണ് അവർക്കുള്ളത്. അതനുസരിച്ച് അവർ പറഞ്ഞു, റബത്നാല ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ്സമാവാതി വൽ അർളി ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശത്തത. അങ്ങനെ പറഞ്ഞപ്പോൾ, ഈ മറുപടി കേട്ടപ്പോൾ രാജാവ് ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ ചെറുപ്പക്കാരാണ് കേട്ടോ, നിങ്ങൾക്ക് ജീവിതം ഇരിക്കണമല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൂടി ചിന്തിച്ചോളെ. ഞാനിപ്പോൾ നിങ്ങളൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് നാളെ നേരം വെളുക്കുന്നത് വരെ സമയം തരാം, നിങ്ങൾ നല്ലോണം ആലോചിച്ചോളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ്, നിങ്ങൾ വധിക്കപ്പെടും, നിങ്ങൾക്ക് ശിക്ഷ നിങ്ങൾ വിധേയരായേ പറ്റുള്ളൂ എന്നുള്ള ഇതും കൊടുത്തു.
ഭീഷണി ആണ് രാജാവിൻ്റെ വക്കൽ നിന്നുണ്ടായത്. നിങ്ങൾ വധിക്കപ്പെടും, നാളെ പ്രഭാതം വരെ ഞാൻ സമയം തരാം എന്നുള്ള നിലയ്ക്ക്. അങ്ങനെ ഇവർ ഓടി രക്ഷപ്പെടാനുള്ള സൗകര്യം കിട്ടി ഇവർക്ക്. അങ്ങനെ രാത്രി മുഴുവനും ഇവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അവർ ഈ ഗുഹയിൽ എത്തിയതാണ്. ഗുഹയിൽ എത്തി നോക്കുമ്പോൾ രാജാവും സൈന്യങ്ങളും ഇവരെ പിന്തുടരുന്നുണ്ട്. ഇവര് ഗുഹയിൽ കടന്നു. ഈ നേരത്തെ പറഞ്ഞ ഗുഹയിൽ ഇവർ കടന്നു. അങ്ങനെ കടന്നിട്ട് ആ ഗുഹാമുഖത്ത് ഇവരെത്തിയിട്ടുണ്ട്. രാജാവും സൈന്യം. ഗുഹയിൽ കടക്കാൻ ഇവർക്ക് പേടി. രാജാവ് എല്ലാവരേക്കാൾ കൂടുതൽ പേടിച്ചത് രാജാവാണ്. അങ്ങനെ രാജാവ് ഓർഡർ കൊടുത്തു, ഗുഹയിൽ ആരും കടക്കണ്ട, ഗുഹാമുഖം കംപ്ലീറ്റ് അടച്ചു കളയാം. ഇവർക്ക് ഭക്ഷണം പാനീയവും കിട്ടാതെ ഇവർ ചത്തുപോയിക്കോളും, ഇവർ അങ്ങനെ മരിച്ചു പോകും. അതുകൊണ്ട് ഇനി അവരുടെ കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോരാണ്. ഇവർ രാജാവും പാർട്ടിയും പോകും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉടനെ ഉറക്കിക്കിടത്തി എന്ന് ഇനി നമ്മൾ പിന്നെ 11-ാമത്തെ ആയത്തിൽ നമ്മൾ പറയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉറക്കിക്കിടത്തി. എത്ര കൊല്ലം ഉറങ്ങിക്കിടന്നത്? 309 കൊല്ലം. അങ്ങനെ അവർ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് പിന്നെയും ചരിത്രങ്ങൾ ബാക്കിയുണ്ട്. അപ്പം ഇതാണ് അവർ ഈ റോമാ സാമ്രാജ്യത്തിലെ ആ പട്ടണത്തിലെ രാജാവാണ്. അയാൾക്ക് പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെയാണ് ഗുഹാമുഖത്ത് എത്തിച്ചേർന്നതും രാജാവും പാർട്ടിയും പേടിച്ച് ഗുഹയിൽ കടക്കാതെ തിരിഞ്ഞു പോകുന്നതും ആ ഗുഹാമുഖം കംപ്ലീറ്റ് അടച്ചു. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ സംഭവം. അപ്പോൾ അത് ഹസിബത്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബ. പിന്നെ 10ാമത്തെ ആയത്ത്, ഇത് അവൽ ഫിത്യതു ഇലൽ കഹ്ഫി ഫഖാലൂ റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദാ. ഇവിടെ ഈ റഖീം എന്ന് പറയുന്നത് ഇവരുടെ ചരിത്രങ്ങൾ എഴുതി വെച്ച ഒരു ഫലകമാണെന്നും അഭിപ്രായമുണ്ട്. അന്ന് ഈ ചരിത്രമൊക്കെ എഴുതിയിട്ട് കല്ലിൽ കൊത്തിയിട്ട് വെക്കുന്ന ആ ഏർപ്പാടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുണ്ടല്ലോ. പക്ഷെ വേറൊരു ആയത്തിൽ ഇവർ പറയുന്നുണ്ട്, കാലുബിനു ആരേഹിം പുണ്യാന റബ്ബുഹും ആരം ബിഹിം കാലുല്ലദീന ഖലബു അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ. അന്ന് തന്നെ അവർക്കൊരു മെമ്മോറിയൽ പണിയണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. ഒരു ബിൽഡിംഗ് എടുക്കുക അവർക്ക് വേണ്ടി, അവരുടെ ഈ ഗുഹാമുഖത്തൊരു ബിൽഡിംഗ് എടുക്കുക ഇവരുടെ സ്മരണക്കായിട്ട് എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. കാലു ഇബ്നു, അവർ പരസ്പരം പറയാം, ഇബ്നു ആലേഹിം പുണ്യാന. ഇത് നമ്മുടെ ഈ അൽ-കഹ്ഫിലുള്ള ഒരു ആയത്താണ് കേട്ടോ. ആയത്ത് നമ്പർ പിന്നീട് പറയാം. ഇപ്പൊ കാലു അവർ പറഞ്ഞു, ഇബ്നു നിങ്ങൾ ഒരു ബിൽഡിംഗ് എടുക്കുക, പുണ്യാന റബ്ബുഹും ആലം ബിഹിം, അള്ളാഹ്ക്ക് അവരെ സംബന്ധിച്ച് നല്ലോണം അറിയാം. കാലല്ലതീന ഖലബു അലാ അംരിഹിം, അവരുടെ കാര്യത്തിൽ കുറച്ചും കൂടിയും പറയുന്നത് കണക്കിലെടുക്കപ്പെടുന്ന ചില ആളുകൾ അവർ പറഞ്ഞതെന്ന് ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു പള്ളി പണിയും. അതായത് ഒരു മെമ്മോറിയൽ, ഒരു സ്മാരകമായിട്ട് നിലനിർത്താവുന്ന ഒന്നൊരു ബിൽഡിംഗ് പണിയാന്ന് ഒരു കൂട്ടർ പറഞ്ഞു, വേറൊരു കൂട്ടർ പറഞ്ഞ് ഞങ്ങളൊരു പള്ളി എടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊക്കെ അന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഈ ഫലകം ഉണ്ടാക്കി എഴുതി വെക്കുക എന്നുള്ളൊരു കാര്യം അന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അതാണ് റഖീം എന്നും അഭിപ്രായമുണ്ട്. റഖീം എന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 അർത്ഥം പറഞ്ഞല്ലോ. റഖീം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫലകത്തിൽ അവരുടെ ചരിത്രം എഴുതി വെച്ചു, ഗുഹാമുഖത്ത് അത് സ്ഥാപിച്ചു എന്ന് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം അനുസരിച്ച് ഫലകമാണ്, ഇങ്ങനെ എഴുതി വെച്ച ഫലകമാണ് എന്നും എന്ന് അർത്ഥം പറയാം. ഇൻഷാ അല്ലാഹ് ഇവിടെ 10 ആയത്തുകൾ ഇപ്പം നമ്മൾ ഇന്നും കഴിഞ്ഞ വീഡിയോയിൽ 5ഉം ഇതിലും 5 എടുത്തിട്ടുണ്ട്. അങ്ങനെ 10 ആയത്തായി. ഇൻഷാ അല്ലാഹ് 11 മുതൽ അടുത്ത വീഡിയോയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.